ഗുഡ് ഈവനിങ് ഡേസ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഈ ഒരാഴ്ച വർക്കിംഗ് ഡേയ്സിന്റെ അടിസ്ഥാനത്തിൽ വളരെ ചെറിയൊരു ആഴ്ചയായിരുന്നു. 3 ദിവസം മാത്രമാണ് മാർക്കറ്റ് വർക്കിംഗ് ആയിട്ടുള്ളൂ. നാളെയും മാർക്കറ്റ് അവധി, കഴിഞ്ഞ തിങ്കളാഴ്ച മാർക്കറ്റ് അവധി ആയിരുന്നു. എന്നാൽ പെർഫോമൻസിന്റെ കാര്യത്തിൽ കഴിഞ്ഞ 2 വർഷത്തെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടുള്ള ഒരു വീക്കായിട്ട് ഈ ഒരു വീക്ക് മാറി. 23,800 മുകളിലും നിഫ്റ്റിക്ക് ഇന്ന് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റി. ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളായിട്ടുള്ള HDFC, ICICI ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ബാങ്കിങ് കമ്പനീസ് ശക്തമായ രീതിയിൽ മാർക്കറ്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്തു. കൂടാതെ തന്നെ ഇന്നലെ FAIC ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ബയേഴ്സായിട്ട് കടന്നു വന്നു. നിഫ്റ്റി 50-ൽ ഏകദേശം 49 കമ്പനീസും ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. വിപ്രോ റിസൾട്ടിന് ശേഷം റിസൾട്ട് എസ്റ്റിമേഷനോ ഒട്ടും വന്നില്ല എന്നുള്ള കാരണം കൊണ്ട് വിപ്രോ ഇന്നൊരു 4% ഇടിഞ്ഞു. വിപ്രോ നിഫ്റ്റിയിലുള്ള കമ്പനിയാണ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഫിനാൻഷ്യൽ കമ്പനീസിൻ്റെ എല്ലാം തന്നെ ശക്തമായ ഒരു റാലി കാരണം മാർക്കറ്റ് ഇന്ന് 400 പോയിന്റിന് മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. റാലി ചെയ്ത് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. മിഡ് ക്യാപ്പ് സെക്ടറും നല്ല ഗംഭീര റാലി രേഖപ്പെടുത്തിയത് കൊണ്ട് പല സമയങ്ങളിലും ആളുകൾ പറയാറുള്ള ഒരു കാര്യമാണ് നിഫ്റ്റി റാലി രേഖപ്പെടുത്തി നമ്മളുടെ പോർട്ട്ഫോളിയോയിൽ വലിയ മാറ്റങ്ങളില്ല എന്ന്. പക്ഷേ സ്വാഭാവികമായിട്ട് രീതിയിൽ ഇന്ന് എല്ലാ ആളുകളുടെയും പോർട്ട്ഫോളിയോയിൽ നല്ല രീതിയിലുള്ള മാറ്റം ഈ ഒരു ജേണി, ഈ ഒരു നിഫ്റ്റിയുടെ ഒരു റീസെൻറ്റ് റാലിയിൽ ഉണ്ടായി കാണണം. അങ്ങനെ ഈ ഒരു ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ എല്ലാ ലോസും തിരികെ വന്നു. BSEയുടെ തന്നെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് 420 ലക്ഷം കോടി രൂപയിലേക്ക് വീണ്ടും തിരികെ വന്നിരിക്കുകയാണ്. Q4 റിസൾട്ടുകളൊക്കെ തന്നെയാണ് നിഫ്റ്റിയുടെ ആ ഒരു ശുഭപ്രതീക്ഷകളാണ് നിഫ്റ്റിയുടെ മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെ സാധിച്ചത്. ഈ മാസം 19-ാം തീയതിയാണ്, അതായത് നാളെ കഴിഞ്ഞാണ്, അന്നാണ് ICICI ബാങ്കിൻ്റെയും HDFC ബാങ്കിൻ്റെയും യെസ് ബാങ്കിൻ്റെയും എല്ലാം തന്നെ റിസൾട്ട് വരുന്നത്. അപ്പോൾ 2 കാര്യമുണ്ട്. നല്ല റിസൾട്ട് ആണെങ്കിൽ അത് ഏറെക്കുറെ റിയാക്ട് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ബാങ്ക് നിഫ്റ്റി എല്ലാം തന്നെ തുടർച്ചയായ 4 ദിവസം ശക്തമായ റാലി രേഖപ്പെടുത്തി. ഇന്നലെയും ഇന്നും ബാങ്ക് നിഫ്റ്റി ഇന്നലെ 700 പോയിന്റ്, ഇന്ന് ഏകദേശം ഒരു 1000-ന്റെ മുകളിൽ പോയിന്റ് റാലി രേഖപ്പെടുത്തി. നിഫ്റ്റി ഉൾപ്പെടെ 4 കൺസിക്യൂട്ടീവ് ഡേയ്സ് ഗ്രീനിൽ ക്ലോസ് ചെയ്തത് കൊണ്ട് ഈ ഒരു റിസൾട്ട് ഓൾറെഡി ഏറെക്കുറെ റിയാക്ട് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ നെഗറ്റീവ് റിസൾട്ട് ആണെങ്കിൽ താഴേക്ക് പോകാനായിട്ട് ഒരുപാട് പോയിന്റുകൾ ഉണ്ട് എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ഗതി. എനിവേ റിസൾട്ട് വരുന്നത് 19-ാം തീയതിയാണ്. ഈ കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്നത് 19-ാം തീയതി എന്ന് പറയുന്നത് സാറ്റർഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ US-ലെ ADR-ൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യില്ല. അപ്പോൾ അതൊരു ഗുണമാണ്. അതായത് ഡയറക്റ്റ് ഇതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് കിട്ടുന്നത് തിങ്കളാഴ്ചയാണ്. നേരെ മറിച്ച് ഇന്നൊക്കെയാണ് അതിൻ്റെ റിസൾട്ട് എങ്കിൽ HDFC ബാങ്കിൽ ADR-ൽ ഒരു 10%-ന്റെ അടുത്ത് റാലിയോ ഫോളോ ഒക്കെ ഉണ്ടായി നമുക്കത് വലിയ ഹ്യൂജ് ഗ്യാപ്പ് അപ്പുകളൊക്കെ വരുമായിരുന്നു. അപ്പോൾ അതായത് പല സമയങ്ങളിലും US മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്യുന്നതിന് ശേഷമാണ് ഈ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ICICI ബാങ്ക്, HDFC ബാങ്ക്, ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയ കമ്പനീസിൻ്റെ എല്ലാം തന്നെ ഇമ്പാക്റ്റ് നമുക്ക് കിട്ടുക. ഈ തവണ നേരെ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെയാണ് ഈ ഒരു ഇമ്പാക്റ്റ് കിട്ടുക. ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ADR എന്ന് പറയുന്നത് അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് ആണ്. ഈ കമ്പനീസ് എല്ലാം തന്നെ US-ൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. US മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് രാത്രി 8 മണിക്കാണ്. ക്ലോസ് ആവുന്നത് ഇന്ത്യൻ സമയം വെളുപ്പിന് 2 മണിക്കാണ്. അതായത് അതിൻ്റെ റിഫ്ലക്ഷൻ വരുന്നത് നെക്സ്റ്റ് ഡേ ആയിരിക്കും. പക്ഷേ ഈ തവണ US മാർക്കറ്റിൻ്റെ ക്ലോസിങ്ങിന് ശേഷമാണ് റിസൾട്ട് വരുന്നതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജെൻസോൾ എഞ്ചിനീയറിംഗിലെല്ലാം തന്നെ സെബി റെസ്ട്രിക്ഷൻ കാരണം ഒരു 5% ലോവർ സർക്യൂട്ട്, മറ്റുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു കാമം കോയറ്റായിട്ടുള്ള ഒരു എക്സ്പയറി എന്ന് വേണമെങ്കിൽ നമുക്ക് ജനറലി തോന്നാമെങ്കിലും അതല്ല. ഓപ്ഷൻ റൈറ്റേഴ്സ് എല്ലാം തന്നെ നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസം നിഫ്റ്റി ഒരു 500 പോയിന്റ് റാലി രേഖപ്പെടുത്തിയത് ഒട്ടുമിക്ക ആളുകളും എക്സ്പെക്ട് ചെയ്ത് കാണില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത ആളുകൾക്ക് അത്ര നല്ല ദിവസമായിരിക്കില്ല എന്നതുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. നേരെ ഒന്ന് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും താഴെ കാണുന്ന യൂറോപ്യൻ മാർക്കറ്റ് അത്ര നല്ല പെർഫോമൻസ് അല്ല. US ഫ്യൂച്ചറും മറ്റു നല്ല പെർഫോമൻസ് അല്ല. എന്നാൽ ഏഷ്യൻ മാർക്കറ്റ് 3ഉം നിക്കി, കോസ്പി, ചൈന എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഓസ്ട്രേലിയ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഗോൾഡ് $14 ഇടിഞ്ഞ് 3328 എന്നുള്ള രീതിയിലാണ് ഉള്ളത്. അപ്പോൾ എന്താ പ്രശ്നം? ഗ്ലോബലി എന്താ പ്രോബ്ലം? ഗ്ലോബലിയുള്ള പ്രോബ്ലം ഇന്നലെ ട്രംപ്, ജെറോം പവൽ സെൻട്രൽ ബാങ്ക് തലവനെ വിളിച്ചു, ട്വീറ്റ് ചെയ്തു. ആക്ച്വലി അവിടെ നേരെ ഫോൺ ചെയ്യുന്നതിന് തുല്യമാണ് ട്വീറ്റ് ചെയ്യുന്നത്. ട്വീറ്റ് ചെയ്തതിനു ശേഷം ശക്തമായ വിമർശനമാണ് ഈ ജെറോം പവലിന് എതിരെ ഈ ട്രംപ് നടത്തിയിരിക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനായിട്ട് മാക്സിമം പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ ജെറോം പവൽ കൂട്ടാക്കുന്നില്ല. അപ്പോൾ ആ ഒരു ക്ലാഷ് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈവൻ ഈ ജെറോം പവൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്താൽ പോലും
ഈ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ നടത്തിയായിരിക്കും കറക്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളൊരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ US മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. ട്രംപ് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ആക്ഷൻ കാരണം അവിടെ ഇൻഫ്ലേഷൻ കൂടുമെന്ന് എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇൻഫ്ലേഷനെ കുറയ്ക്കാനായിട്ട് ട്രംപ് പുഷ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് ഫണ്ട് ഫ്ലോ ഉയർത്തുക എന്നുള്ളതാണ്. പക്ഷെ അത് ജെറോം പവൽ അത് സമ്മതിക്കുമോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഇനി HDFC AMCയുടെ റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റ് 18% ഉയർന്നു. റോയൽ എൻഫീൽഡിൻ്റെ പുതിയ ബൈക്സ് നേപ്പാളിൽ ലോഞ്ച് ചെയ്തു. പ്രസ്റ്റീജിൻ്റെ ഹോസ്പിറ്റാലിറ്റി സെക്ടർ പ്രസ്റ്റീജ് ഒരു റിയാലിറ്റി കമ്പനിയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഹോസ്പിറ്റാലിറ്റി വിങ് കമ്പനി സെപ്പറേറ്റ് ഒരു കമ്പനിയായിട്ട് IPOയിലേക്ക് വരുന്നുണ്ടെന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ള കുറച്ച് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ വീണ്ടും നമ്മൾ നീണ്ട ഒരു 3 ദിവസത്തെ ഗ്യാപ്പിന് വേണ്ടി പോവുകയാണ്. നാളെ മറ്റന്നാളും സൺഡേ ഉൾപ്പെടെ അവധി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ നേരുന്നു. സൺഡേ മാർക്കറ്റ് ഔട്ട്ലുക്കായിട്ട് നമുക്ക് എത്താം. അപ്പോൾ മാർക്കറ്റിൽ നല്ല രീതിയിൽ ഈ ഒരു ടൈം പഠിക്കാനും കൂടി ഉപയോഗിക്കുക. നമ്മൾ മറ്റുള്ള ആക്ടിവിറ്റീസിനോടൊപ്പം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിലനിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ നമ്മൾ വളരെ യങ്ങാകുന്ന സമയത്ത് നമ്മൾ ക്രിക്കറ്റിൻ്റെ പേജ് ആദ്യം നോക്കും. പിന്നീട് ഒരു ടീനേജിലേക്ക് കടന്നപ്പോൾ നമ്മൾ സിനിമ വാർത്തകൾ കൂടുതൽ നോക്കും. ഇപ്പോൾ എന്നാൽ നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ മേഖലയിലാണ് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പേപ്പർ കെട്ടി ആദ്യം നോക്കേണ്ടത് ബിസിനസ് പേജാണ്. ആദ്യം യൂട്യൂബ് കാണേണ്ടത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ചാനലാണ്. വായിക്കേണ്ട ബുക്സും അതുപോലെ തന്നെയാണ്. കാരണം ഏജ് മാറി, നമ്മുടെ പ്രിഫറൻസ് മാറി. അപ്പോൾ താങ്ക് യു ഓൾ.